നമുക്കറിയാത്ത കാര്യങ്ങൾ നിരവധിയാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് നിർബന്ധമില്ല. ഒരു കാര്യം സ്ഥിരം കണ്ടതുകൊണ്ടോ നാം അതിൽ ഭാഗമായി എന്നതുകൊണ്ടോ അതേക്കുറിച്ച് ആഴമായി നമുക്ക് അറിഞ്ഞുകൂടണമെന്നില്ല. അങ്ങനെ ഒരു രീതി, ഒരു ആരാധനാ രീതി പരിചയപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാനും ഇത് ഇത്ര വിശദമായി അറിയാനിടയായത്. അത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. വലിയ നോമ്പിൻ്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. വൈകാതെ നാം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കും. അവസാന ഞായറും പെസഹ വ്യാഴവും പിന്നിട്ട് ദുഃഖവെള്ളിയും പിന്നിട്ട് നാം ഈസ്റ്ററിലേക്ക് എത്തും. ഈ ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങളും ആരാധനാ രീതികളുമൊക്കെ പാരമ്പര്യങ്ങളെ അടിസ്ഥാനമാക്കി ഏറെ വ്യത്യസ്തവുമായിരിക്കും. ഉദാഹരണത്തിന് ലത്തീൻ സഭയിലും സീറോ മലബാർ സീറോ മലങ്കര സഭകളിലും വ്യത്യസ്ത പാരമ്പര്യങ്ങളാണുള്ളത്. അതിൽ തന്നെ നമുക്കറിയാം, സീറോ മലബാർ സീറോ മലങ്കര സഭകൾ കേരളത്തിൽ രൂപം കൊണ്ടവയാണ്. സീറോ മലങ്കര സഭയിൽ നോമ്പിൻ്റെ നാളുകളിലും വിശുദ്ധ വാരത്തിലും ഈസ്റ്ററിന് ശേഷവും പിന്തുടരുന്ന ഒരു ആരാധനാ രീതിയുണ്ട്. ഗോകുൽത്ത സ്ലീബ അഥവാ മെനോർത്തോ ഈ നാളുകളിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. പാതി നോമ്പിലാണ് ഗോകുൽത്ത സ്ലീബ അൾത്താരയുടെ നടുവിൽ സ്ഥാപിക്കുന്നതെങ്കിലും, അതായത് നോമ്പിൻ്റെ 25 ദിനങ്ങൾ പൂർത്തിയാവുന്നതിൻ്റെ തലേന്ന് വൈകുന്നേരമാണ് ഇത് സ്ഥാപിക്കുന്നതെങ്കിലും, ഇങ്ങനെ സ്ഥാപിച്ച ഗോകുൽത്ത സ്ലീബ ഈസ്റ്ററിന് ശേഷവും തുടരുന്നതായി കാണാം. പാതി നോമ്പിൻ്റെ തലേന്ന് സ്ഥാപിക്കാനുള്ള കാരണം നമുക്കറിയാം. സഭയിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് തലേന്ന് സന്ധ്യ മുതലാണ്. ഈസ്റ്റർ കഴിഞ്ഞും മെനോർത്തോ വണക്കം തുടരുമെങ്കിലും ഇതിനിടയിൽ ഗോകുൽത്തായുടെ അതായത് മെനോർത്തോയുടെ സ്ഥാനം മാറ്റപ്പെടുന്നുണ്ട്. അവസാന ഞായറാഴ്ചയിൽ കെസ്രൂമയിൽ മദ്ബഹാവിരിയുടെ അടുത്തായാണ് സ്ഥാനമെങ്കിൽ ദുഃഖവെള്ളിയാഴ്ചയിൽ കബറടക്കുന്നതും ഈസ്റ്റർ ദിവസം ഉയർത്തുന്നതും ഗോകുൽത്ത സ്ലീബയാണ്. ഇതിനിടയ്ക്ക് വിരികളുടെയും ഈ ഊറാറകളുടെയും ഒക്കെ നിറങ്ങൾ മാറ്റുന്നുമുണ്ട്. ഗോകുൽത്ത സ്ലീബായെക്കുറിച്ചും പാതി നോമ്പിൽ തുടങ്ങി വിശുദ്ധ വാരങ്ങളും ഈസ്റ്ററും പിന്നിട്ട് പോകുന്ന ഈ സ്ലീബ വണക്കത്തെക്കുറിച്ചും ആരാധനാക്രമത്തെക്കുറിച്ചും ഒക്കെ ഏറെ വിശദമായി മാത്യു വാഴയിൽ അച്ഛൻ നമ്മളോട് സംസാരിക്കും. അച്ഛൻ ചങ്ങനാശ്ശേരിയിലെ സെയിൻറ്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളി വികാരിയാണ്. അച്ഛൻ്റെ വാക്കുകളിലേക്ക്. രക്ഷാതന്നാനിൻ സ്ലീബായെ നമിച്ചിടുന്നു. 40 ദിവസത്തെ നോമ്പും ആശ ആഴ്ച ഉൾപ്പെടുന്ന ആഴ്ചയും ചേർത്താണ് 50 ദിവസത്തെ നോമ്പ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അന്ത്യോക്യൻ പാരമ്പര്യമനുസരിച്ചുള്ള നോമ്പുകളാണ്, അനുഷ്ഠാനങ്ങളാണ് മലങ്കര കത്തോലിക്ക സഭയിലും പിൻചെന്നുകൊണ്ടിരിക്കുന്നത്. നോമ്പിൻ്റെ മധ്യ ദിവസമായ 25-ാമത്തെ ദിവസം പള്ളിയിൽ ഗാഗുൽത്ത സ്ഥാപിക്കുന്ന ഭക്ത കർമ്മമുണ്ട്. ഗാഗുൽത്ത സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം പലർക്കും ഗാഗുൽത്ത എന്താണെന്നോ എന്തുകൊണ്ടത് സ്ഥാപിക്കുന്നുവെന്നോ അറിയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതാണ് മെനോർത്തോ അല്ലെങ്കിൽ ഗാഗുൽത്ത എന്ന് പറയുന്നത്. ഇത് തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡിനേക്കാൾ കൂടുതലായി അതൊരു വിശുദ്ധ വസ്തു ആകുമ്പോഴാണ് ഗാഗുൽത്ത അല്ലെങ്കിൽ മെനോർത്തോ എന്ന് നമ്മൾ വിളിക്കുന്നത്. ബുധനാഴ്ചയാണ് പകുതി നോമ്പെന്നുവരെയും ഗാഗുൽത്ത ദേവാലയ മധ്യത്തിൽ വയ്ക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ടത്തെ സന്ധ്യാപ്രാർത്ഥനയോടുകൂടിയാണ്. ഗാഗുൽത്ത പള്ളിയിൽ വയ്ക്കുമ്പോൾ ഈ മെനോർത്തോ എന്ന് പറയുന്ന ഈ സ്റ്റാൻഡിൽ ഇതുപോലെയുള്ള ചിത്തോല ഉണ്ടായിരിക്കണം. ഇവിടെ കുരിശും ഉണ്ടായിരിക്കണം. ഈ മെനോർത്തോയിലാണ് ഈ കുരിശ് പ്രതിഷ്ഠിക്കുന്നത്. ഈ കുരിശിൽ ഊറാറ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഊറാറായുടെ മധ്യഭാഗത്ത് കുരിശുണ്ടായിരിക്കണം. ഇതിൻ്റെ 2 അറ്റത്തും കുരിശുണ്ടായിരിക്കണം. വിശ്വാസികൾ ഈ കുരിശ് ചുംബിച്ചാണ് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതും ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും. അതുപോലെ തന്നെ 2 തിരിയാണ് 2 സൈഡിലും, കുരിശിൻ്റെ 2 സൈഡിലും ക്രമീകരിച്ച് വയ്ക്കേണ്ടത്. ഇപ്പോൾ സൗകര്യത്തെ പ്രതിയാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന ബൾബ് ഉപയോഗിക്കുന്നത്. മിക്കവാറും എല്ലായിടത്തും തന്നെ മെഴുകുതിരിയായിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മഹത്വമുള്ളതാണ് നമ്മുടെ കർത്താവിൻ്റെ കുരിശ്. ഈ മഹത്വത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി മാലാഖമാരുടെ സാന്നിധ്യമാണ് മർബഹസ എന്ന ഈ മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പേര് മർബഹസ എന്നാണ്. ഇത് കിലുക്കുകയാണ് സാധാരണയായിട്ട് കുർബാനയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് ഗാഗുൽത്ത പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ബുധനാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ സ്ലീബ ഇവിടെ നിന്നും എടുത്ത് വൈദികരും ശുശ്രൂഷകരും ഒരുമിച്ച് മദ്ബഹായിൽ നിന്നുകൊണ്ട് ലോകത്തിൻ്റെ 4 ഭാഗത്തെയും ആശീർവദിച്ച് വിശുദ്ധ കുരിശ് കൊണ്ട് ആഘോഷം നടത്തും. ആ ആഘോഷം നടത്തിയതിന് ശേഷമാണ് ഔദ്യോഗികമായിട്ട് ഗാഗുൽത്ത നോർത്തോയിൽ അല്ലെങ്കിൽ ഗാഗുൽത്തായിൽ പ്രതിഷ്ഠിക്കുന്നത്. അതിനുശേഷം അന്നത്തെ വിശുദ്ധ കുർബാനയുമായിരിക്കും. ഇനി ഇടയ്ക്ക് മെനോർത്തോയുടെ സ്ഥാനം മാറ്റപ്പെടും, വിരികൾ മാറ്റപ്പെടും, കബറടക്കപ്പെടും. ഇതേക്കുറിച്ച് മാത്യു അച്ഛൻ തന്നെ നമ്മളോട് സംസാരിക്കും.
ഓശാന ഞായറാഴ്ച ആഘോഷമായിട്ടുള്ള പ്രദക്ഷിണവും വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് ഞായറാഴ്ചത്തെ 3 മണിയുടെ പ്രാർത്ഥന, അതായത് ഉച്ച കഴിഞ്ഞിട്ട് 3 മണിക്കുള്ള പ്രാർത്ഥന, അത് 9 മണിയുടെ പ്രാർത്ഥന എന്നാണ് അറിയപ്പെടുക. അതിനുശേഷം സന്ധ്യയ്ക്ക് കഷ്ടാനുഭവ ആഴ്ച ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ നോർത്തോ ഇവിടെ നിന്നും മാറ്റി കസ്തൂരുമായിൽ മദ്ബഹായുടെ വിരിയുടെ മുൻപിലായിട്ട് വടക്ക് വശത്തായിട്ട് സ്ഥാപിക്കും. അപ്പോൾ നോർത്തോയിൽ ഉള്ള വസ്ത്രം ഈ ചുമപ്പ് മാറ്റി കറുപ്പ് വസ്ത്രമാണ് ഇടുക. കറുപ്പ് വസ്ത്രം ഇതിൽ തന്നെ 2ആയിട്ട് തയ്ക്കുകയോ അല്ലെങ്കിൽ വേറെ തയ്ക്കുകയോ ചെയ്യാം. കറുപ്പ് വസ്ത്രമാണ് ഇടുക. ഇതുപോലെ തന്നെ ഊറാറായും കറുത്ത് തന്നെ ആയിരിക്കും. ആ ആഴ്ച മുഴുവനും നോർത്തോ ഈ സ്ഥലത്താണ് ആയിരിക്കുക. എന്നാൽ പെസഹ വ്യാഴാഴ്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസം, വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം, അന്ന് ആഘോഷമായിട്ടുള്ള ദിവസമാകയാൽ കറുത്ത വസ്ത്രമല്ല നോർത്തോയിലുണ്ടാവുക. അത് പഴയതുപോലെ തന്നെ ചുമന്ന വസ്ത്രമാണ് അവിടെ ധരിപ്പിക്കേണ്ടത്. വസ്ത്രം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, അത് വിശുദ്ധമാണ്. ചുവപ്പ് രക്തസാക്ഷിത്വത്തെയും മഹത്വത്തെയും സൂചിപ്പിക്കുന്നു. കറുപ്പ് ആശ ആഴ്ചയുടെ അല്ലെങ്കിൽ കഷ്ടാനുഭവ ആഴ്ചയുടെ പ്രത്യേകതകളെയുമാണ് സൂചിപ്പിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച ആഘോഷമായിട്ടുള്ള ശ്ലീബ ആഘോഷവും വന്ദനവുമുണ്ട്. ഈ ശ്ലീബ ആഘോഷത്തിനും വന്ദനവിന് ശേഷം ശ്ലീബ കബറടക്കും. ഉയർപ്പ് ദിവസമായ ഞായറാഴ്ച രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം ഉയർപ്പിൻ്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. കർത്താവ് ഉയർത്തെഴുത്തിനെ സൂചിപ്പിക്കുന്ന പ്രാർത്ഥനകളോടുകൂടി കബറിൽ നിന്നും കുരിശ് ശുശ്രൂഷകരും കാർമ്മികരും ഒരുമിച്ച് ചേർന്ന് എടുത്ത് അതിൻ്റെ പ്രാർത്ഥനകൾ നടത്തി നോർത്തോയിൽ സ്ഥാപിക്കുന്നു. നോർത്തോ അപ്പോൾ വയ്ക്കുന്നത് മദ്ബഹായിൽ ത്രോണോസിൻ്റെ വടക്കു ഭാഗത്തായിട്ടാണ്. ആ നോർത്തോയിൽ സ്ഥാപിക്കുമ്പോൾ നോർത്തോയിലുള്ളതായ വസ്ത്രം ഞാൻ ആദ്യം പറഞ്ഞത് അത് ചുവപ്പായിരിക്കും. അതുപോലെ തന്നെ ഈ ഊറാറായും ഉണ്ടായിരിക്കും. ഉയർപ്പ് ഏറ്റവും വലിയ രഹസ്യമായതുകൊണ്ട് മനുഷ്യ ദൃഷ്ടിക്കോ മനുഷ്യ ബുദ്ധിക്കോ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല എന്നതുകൊണ്ട് ഈ കുരിശ് ഒരു ചുവന്ന ശോശപ്പാ കൊണ്ട് മൂടിയിരിക്കും. ചുവന്ന ശോശപ്പാ കൊണ്ട് മൂടിയ കുരിശാണ് പിന്നെ ആഘോഷത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ കർത്താവിൻ്റെ 40-ാം ദിവസമുള്ള സ്വർഗാരോഹണം വരെ മദ്ബഹായിൽ വടക്കുവശത്ത് നോർത്തോയിൽ ചുവന്ന ശോശപ്പാ മൂടിയതായ കുരിശ് അവിടെ ഉണ്ടാകും. അപ്പോൾ മദ്ബഹായിൽ പ്രവേശിക്കുന്നവർക്ക് മാത്രമേ കുരിശ് ചുംബിക്കുവാൻ സാധിക്കുകയുള്ളൂ. വൈദികർ, ശുശ്രൂഷകർ, ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ കുരിശ് ചുംബിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇതാണ് ഗാഗുൽത്ത പ്രതിഷ്ഠയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. കർത്താവ് ഈശോ മിശിഹായുടെ കുരിശുമരണമാണ് മാനവരാശിക്ക് രക്ഷ നേടുന്നത്. തിന്മയുടെ ശക്തിയിൽ നിന്നും രക്ഷ നേടാൻ നാം ശരീരത്തിൽ കുരിശടയാളമാണ് വരയ്ക്കാറ്. ഈ അറിവ്, മൊനോർത്തോ അഥവാ ഗോകുൽത്താ സ്ലീബായെക്കുറിച്ചുള്ള ഈ അറിവ്, നോമ്പുകാലത്തെ ഈ ആരാധനക്രമം ഒരുപക്ഷെ വളരെ മുമ്പ് തന്നെ നമ്മിൽ പലർക്കും ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇത്ര വിശദമായി ഇതേക്കുറിച്ച് അറിയാത്തവരും ഉണ്ടാകാം. ഞങ്ങൾക്ക് ലഭ്യമായ ഒരു കുഞ്ഞറിവ് നിങ്ങളിലേക്ക് പകർന്നു എന്ന് മാത്രം. ഈ വീഡിയോയ്ക്ക് മാത്യു അച്ഛൻ നല്ലൊരു കൺക്ലൂഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ കൂടുതൽ സഹായിക്കട്ടെ. ദുഃഖ വെള്ളിയാഴ്ച നമസ്കാര സമയത്ത്, കുരിശ് നമസ്കരിക്കുന്ന സമയത്ത് ചൊല്ലുന്നതായ പ്രാർത്ഥന, രക്ഷാതന്നാനിൻ സ്ലീബായെ നമിച്ചിടുന്നു എന്ന ആ ഗാനം നമുക്ക് കുരിശിൽ കൂടി രക്ഷ ദൈവം തന്നിരിക്കുന്നു എന്നുള്ളതാണ്. കള്ളനോടുകൂടെ ഞങ്ങളെയും അങ്ങ് ഓർക്കണമേ എന്ന് അവിടെ വെച്ച് നമ്മളെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കുരിശിൽ വെച്ച് കള്ളന് സ്വർഗ സൗഭാഗ്യം കർത്താവ് വാഗ്ദാനം ചെയ്തു. കുരിശിലേക്ക് നോക്കുന്ന നമുക്കും സ്വർഗ സൗഭാഗ്യം ലഭിക്കും. സംഖ്യാപുസ്തകത്തിൽ ജനങ്ങൾ മോശയ്ക്കെതിരായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ സമൂഹത്തിൽ പാളയത്തിൽ സർപ്പങ്ങൾ വരികയും ജനങ്ങളെ അത് കടിക്കുകയും ചെയ്തു. സർപ്പദംശനമുണ്ടായി. അപ്പോൾ ജനങ്ങൾ മോശയോട് പറഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇതിന് എന്തെങ്കിലും പരിഹാരം ഞങ്ങൾക്ക് നൽകണമെന്ന്. മോശ ദൈവത്തോട്, യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, നീ പാളയ മധ്യത്തിൽ ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി വയ്ക്കുക. ആ പിത്തള സർപ്പത്തിൽ നോക്കുന്നവരെല്ലാവരും സർപ്പദംശനത്തിൽ നിന്നും രക്ഷ പ്രാപിക്കും. ഇസ്രായേൽക്കാർ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ സർപ്പദംശനമുണ്ടായപ്പോൾ മോശ ഉണ്ടാക്കി വെച്ച ആ പിത്തള സർപ്പത്തെ നോക്കിവരെ രക്ഷ പ്രാപിച്ചതുപോലെ ഈ ലോകത്തിൽ പാപത്തിൻ്റെ അടിമത്തത്തിലും ദംശനത്തിലും ആയിരിക്കുന്നവർക്ക് രക്ഷ ലഭിക്കുന്നത്
രക്ഷ നമുക്ക് നൽകുന്നതായ നമ്മുടെ കർത്താവിൻ്റെ കുരിശിലേക്ക് നമ്മൾ നോക്കുന്നതും ആ കുരിശിനെ ഉള്ളിൽ സ്വീകരിക്കുന്നതുമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ കുരിശ് വരച്ചുകൊണ്ടാണ് നമ്മളെ തന്നെ നമ്മൾ വിശുദ്ധീകരിക്കുന്നത്. കുരിശ് വിശുദ്ധിയുടെ അടയാളമാണ്. ദൈവത്തിൻ്റെ കൃപയിലും തണലിലും ജീവിക്കുവാൻ രക്ഷാകരമായ സ്ലീബ നമ്മെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി.